ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ ഹൈദരാബാദിലെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഇന്ന് പതിവിലും ചൂടായത് കാരണം ഞങ്ങൾ ഒരു ഉച്ച കഴിഞ്ഞുള്ള ടൈമിലേക്കാണ് എങ്ങോട്ടേലും പോകുന്ന തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് NTR ഗാർഡനിലേക്കാണ്. NTR ഗാർഡൻ്റെ സൈഡിൽ തന്നെയാണ് NTRൻ്റെ മെമ്മോറിയലും. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് കയറിയിട്ട് പിന്നീട് നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം NTR ഗാർഡനിലേക്ക് നടന്നു പോവുകയാണ്. ആ നടന്നു പോകുന്ന വഴിക്ക് തന്നെ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വുമൺസിനും മെൻസിനും സെപ്പറേറ്റ് സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കുന്നത്. അഡൽട്ട്സിന് 20യും അതുപോലെ ചൈൽഡിന് 10ഉമാണ് അവിടെ ടിക്കറ്റ് വരുന്നത്. അതുപോലെ തന്നെ അവിടെ സെപ്പറേറ്റ് കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ സെപ്പറേറ്റ് ചാർജാണ്. അതുപോലെ ഈ പാർക്കിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് സെക്രട്ടേറിയറ്റിൻ്റെ ഒരു സൈഡ് കാണാൻ സാധിക്കും. അത്യാവശ്യം വലിയൊരു സെക്രട്ടേറിയറ്റ് തന്നെയാണ് ഹൈദരാബാദ് സെക്രട്ടേറിയറ്റ്. ഇതൊരു ഹോട്ട് വാട്ടർ ഫൗണ്ടെയിനാണ്. അതുപോലെ തന്നെ അവിടെ കുറേ ഫൗണ്ടെയിൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡോക്ടർ അംബേദ്കറിൻ്റെ ഒരു വലിയൊരു പ്രതിമ തന്നെ നമുക്ക് അവിടെ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടെ കുറേ ആക്ടിവിറ്റീസ് വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു പാർക്കാണിത്. ഒത്തിരി എക്സ്പെക്റ്റേഷനില്ല, പക്ഷെ പിള്ളേർക്കൊക്കെ കളിക്കാനാണെങ്കിൽ ഒത്തിരി ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങൾ പിന്നെ അതൊക്കെ കുറച്ച് നേരം കണ്ടു നിന്നു. പിള്ളേർക്ക് കളിക്കുന്നതും കാര്യങ്ങളും പിന്നെ അത്യാവശ്യം ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ അത്യാവശ്യം സ്ഥലങ്ങളുണ്ടായിരുന്നു. അതങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം ഞങ്ങളവിടെ ചില്ല് ചെയ്തതിന് ശേഷം ഞങ്ങൾ ആ പാർക്കിൽ നിന്ന് ഇറങ്ങി. അതിനുശേഷം ഞങ്ങൾ വിചാരിച്ചു ഇനി നമുക്ക് ബോട്ടിങ്ങിന് പോകാം. അപ്പോൾ നമുക്ക് അപ്പോഴത്തേക്കും വെയിലൊക്കെ അത്യാവശ്യം താഴ്ന്നിട്ടുണ്ടായിരുന്നു. ഈ പാർക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് ബോട്ടിംഗ് ഉള്ളത്. അവിടെ ഒരു പാർക്കുണ്ട്, ലുംബിനി പാർക്ക്. അതിനുള്ളിൽ തന്നെ ആയിട്ടാണ് നമ്മൾ ബോട്ടിങ് ചെയ്യുന്നത്. ഈ പാർക്കിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഫീസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഈ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ അത്യാവശ്യം കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടും കുട്ടികൾക്കും വലിയവർക്കുമായിട്ടൊക്കെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ അതിലൊന്നും കയറിയില്ല. ഞങ്ങൾ നേരെ തന്നെ ബോട്ടിംഗ് ഉള്ള സ്ഥലത്തേക്ക് പോയി. അപ്പോൾ അവിടെ ഒത്തിരി സെപ്പറേറ്റ് ആയിട്ടുള്ള കുറേ സ്പീഡ് ബോട്ട്, ലക്ഷറി ഫാമിലി ബോട്ട്, അങ്ങനെ ഒത്തിരി ബോട്ടിങ്ങുകളുണ്ട്. ഞങ്ങൾ ഫാമിലി ബോട്ടാണ് എടുത്തത്. എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ളതിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചൂസ് ചെയ്ത് ഫാമിലി ബോട്ടാണ്. അതിൽ ഞങ്ങൾ 5 പേരുള്ളത് കൊണ്ട് അത്യാവശ്യം ആൾക്കാർക്ക് പോകാൻ പറ്റുമായിരുന്നു. ഫാമിലി ബോട്ടിന് ഞങ്ങൾക്ക് ആയത് 700 രൂപയാണ്. അപ്പോൾ നമ്മൾക്ക് കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ബാക്കിയുള്ളിടത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. ഒത്തിരി നേരം വെയിറ്റ് ചെയ്തുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഫാമിലി ബോട്ട് ചൂസ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ അവിടെ സ്പീഡ് ബോട്ടും ഉണ്ടായിരുന്നു. പക്ഷേ സ്പീഡ് ബോട്ട് 4 പേർക്ക് കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ സ്പീഡ് ബോട്ട് ബുക്ക് ചെയ്തില്ല. പക്ഷേ സ്പീഡ് ബോട്ട് പെട്ടെന്ന് പോയി വരുന്നുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് ഡാൻസിങ് ബോട്ട്. ബോട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് നൈറ്റിലെ സെക്രട്ടേറിയറ്റിൻ്റെ വ്യൂ കാണാം. അത് അടിപൊളി വ്യൂ ആയിരുന്നു. പിന്നെ ഈ കായലിൻ്റെ നടുക്കായിട്ട് തന്നെ ഒരു ബുദ്ധൻ്റെ ഒരു വലിയ സ്റ്റാച്യു ഉണ്ടായിരുന്നു. നമ്മുടെ ബോട്ട് അതിൽ കൂടെ ഇങ്ങനെ വലം വെച്ച് വന്നു. അതിലുള്ള ചില ബോട്ട് മാത്രം അവിടെ നമ്മളെ ഇറക്കി ഫുള്ള് നമുക്ക് ആ വ്യൂ ഒക്കെ കാണാൻ പറ്റും. ഞങ്ങളുടെ ബോട്ട് അവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നൈറ്റ് പോയതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആയിരുന്നു അതിലൂടെ പോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പാർക്കിലേക്ക് വന്നപ്പോൾ അവിടെ കുറച്ച് ആർട്ടിഫിഷ്യൽ വാട്ടർഫോളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ബുള്ളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം അത് കണ്ടു നിൽക്കാൻ നല്ല രസമായിരുന്നു. ഓരോ ആൾക്കാർ അതിനുള്ളിൽ കയറുന്നതും അതിൽ നിന്ന് വീഴുന്നതും അവരെങ്ങനെ ബാലൻസ് ചെയ്ത് ഇയാൾ കുറേ നേരം ബാലൻസ് ചെയ്ത് നിന്നായിരുന്നു. അതൊക്കെ കാണാൻ വേണ്ടി നല്ല രസമായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ബാവർച്ചിയിലേക്ക് പോയി. ഇത് അത്യാവശ്യം അവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണി സ്പോട്ടാണ്. പപ്പയും മമ്മയാണെങ്കിൽ അവിടെ പോയിട്ട് ബട്ടർ നാനും അതുപോലെ മട്ടൻ കറിയാണ് വാങ്ങിയത്. അത് അടിപൊളിയായിരുന്നു. ഞങ്ങളാണെങ്കിൽ ചിക്കൻ ബിരിയാണിയും ഒരു മട്ടൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. പക്ഷെ ഭയങ്കര ക്വാണ്ടിറ്റി ആട്ടോ. നമുക്ക് ഒരു ബിരിയാണി തന്നെ 2 പേർക്ക് കഴിക്കാനുള്ള അത്രയുണ്ട്. ഞങ്ങൾ കഴിച്ചിട്ട് ഒത്തിരി ബാക്കിയായിരുന്നു.
ചിക്കനേക്കാൾ ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടത് മട്ടൻ ബിരിയാണിയാണ്. നല്ല സോഫ്റ്റായിരുന്നു, അതുപോലെ തന്നെ നല്ല നെയ്യൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഹോട്ടലിൽ അവിടുത്തെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ്. കുറേ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ ഹോട്ടലിന്. അത്യാവശ്യം നല്ല അറിയപ്പെട്ട ഒരു ഹോട്ടലാണ്. പിന്നെ ഇവിടെ അത്യാവശ്യം തിരക്കായിരുന്നു. പിന്നെ അത്യാവശ്യം കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ഡേയുടെ വിശേഷങ്ങൾ. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.